ഓട്ടുപാറ കലയിൽ വൻ ഡിസ്കൗണ്ട് മേള. 1000 രൂപ വിലയുള്ള ഫാൻസി സാരികൾ 200 രൂപ മുതൽ, 1500 രൂപ വിലയുള്ള ചുരിദാറുകൾ 250-300 രൂപയ്ക്ക്. വരൂ കലയിലേക്ക്, സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ. കല ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ. കോൺടാക്ട് 04884232 CSR ഫണ്ടിന്റെ പേരിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് സംസ്ഥാനത്ത് 1000 കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. വടക്കാഞ്ചേരി മഹിളാ കോൺഗ്രസ് നേതാവിന്റെ വെളിപ്പെടുത്തലിൽ തട്ടിപ്പുകാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ആസൂത്രിത തട്ടിപ്പുകളുടെ ചരിത്രത്തിൽ വലിയ സാമ്പത്തിക തട്ടിപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന CSR ഫണ്ടിന്റെ പേര് പറഞ്ഞുള്ള സീഡ് സൊസൈറ്റി തട്ടിപ്പ് പ്രതി അനന്തകൃഷ്ണൻ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാക്കളെയും നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാരെയും ഉൾപ്പെടുത്തി സൊസൈറ്റി രൂപീകരിച്ച് പണം പിരിച്ചുവെന്ന മഹിളാ കോൺഗ്രസ് നേതാവായ കോൺഗ്രസ് നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദ് VCവിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെന്ന് ഡിവൈഎഫ്ഐ. ബന്ധപ്പെട്ട നഗരസഭാ കൗൺസിലർമാരും കോൺഗ്രസ് നേതാക്കളും നാടുവിടുവാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഒരു വർഷം മുൻപാണ് ഓട്ടുപാറയിലെ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്വകാര്യ കെട്ടിടത്തിൽ റൂമിന് മുന്നിൽ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ച് പണപ്പിരിവ് ആരംഭിച്ചത്. 2 വീലറുകളും ലാപ്ടോപ്പുകളും തയ്യൽ മെഷീനും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും വിപണിയിലൂടെ പകുതി വിലയ്ക്ക് നൽകാമെന്നാണ് പ്രചരിപ്പിച്ചത്. നിർധനരായ സ്ത്രീകളെയാണ് കൂടുതലും തട്ടിപ്പ് സംഘം വലവീശിയത്. സ്ഥാപനത്തിന് വിശ്വാസ്യത ലഭിക്കുവാൻ കെട്ടിടത്തിന്റെ പേരിനൊപ്പം മുനിസിപ്പാലിറ്റി സ്റ്റാർ കോംപ്ലക്സ് എന്ന് എഴുതി ചേർത്തു. വടക്കാഞ്ചേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചിട്ടുണ്ടെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകൾ ടൗണിൽ പോസ്റ്റർ പ്രചരണം നടത്തിയിരിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ കൂട്ടിച്ചേർത്തു. സ്റ്റേറ്റ് കോർഡിനേറ്റർ അനന്തകൃഷ്ണനാണ് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം വാങ്ങിയിരിക്കുന്നത് എന്നുമാണ് ബുഷറ റഷീദിന്റെ വെളിപ്പെടുത്തൽ. അതിനാൽ തന്നെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുവാൻ പോലീസ് ഉടൻ തയ്യാറാകണമെന്നും മറ്റ് സ്വത്തുവകകളും ബിനാമി ഇടപാടുകളും അന്വേഷണ വിധേയമാക്കണമെന്നും സംസ്ഥാന വ്യാപകമായ വലിയ തട്ടിപ്പിന്റെ ശാഖയാണെന്നും ജനങ്ങൾ ഇതിൽ പെട്ടുപോകരുതെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചു. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പങ്കാളികളായിട്ടുള്ള തട്ടിപ്പിനെ കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ഭാരവാഹികളായ മിഥുൻ സജീവ്, AD അജി, ഐശ്വര്യ SB, MR അനന്തു എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്താകെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരുടെയും മഹിളാ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെയും നേതൃത്വത്തിൽ ഈ തട്ടിപ്പ് ചെയിനിൻ്റെ ഒരു ശാഖ പ്രവർത്തിക്കുകയും ആളുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു പരാതി നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, സീഡ് സൊസൈറ്റികൾ CSR ഫണ്ട് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാനത്താകെ 500 കോടി രൂപയിലധികം വരുന്ന തട്ടിപ്പിനാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ബ്ലോക്ക് തലത്തിൽ ഒക്കെ ആയിട്ട് വിവിധ സൊസൈറ്റികൾ വിവിധ പേരുകളിൽ രൂപീകരിച്ച് അതിലെ ആളെ ചേർത്ത് ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയ ഉപകരണങ്ങളും സ്കൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ, വാഹനങ്ങൾ ഉൾപ്പെടെ പകുതി വിലയ്ക്ക് നൽകാം എന്ന് പറഞ്ഞ ആളുകളെ ചേർത്തുകൊണ്ട് ഇതിൻ്റെ മറപറ്റി ഇതിന് CSR ഫണ്ട് ഉപയോഗിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഇതിൻ്റെ മറപറ്റി വലിയ തട്ടിപ്പ് ആളുകളിൽ നിന്ന് പണം പിരിച്ച് നടത്തി എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ കണക്കനുസരിച്ച് ഏകദേശം 50 ലക്ഷം രൂപയുടെ മുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ്. ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയ ഇതിലെ കേസിലെ പ്രധാന പ്രതിയുമായി നേരിട്ട് ബന്ധമുള്ള വടക്കാഞ്ചേരി നഗരസഭ കൗൺസിലറും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുൾപ്പെടെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന നിലയിലാണ് ഡിവൈഎഫ്ഐ പോലീസിനകത്ത് പരാതി നൽകിയിട്ടുള്ളത്.
VCV ന്യൂസ് വടക്കാഞ്ചേരി. You are watching VCV News.